ഇത് ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചാലോടാ. അപ്പൊ ഫ്രാക്ഷന്റെ ഡിവിഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ ഹരണം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഒരു ഡൗട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെറിയ 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇപ്പൊ ബോർഡിൽ കാണുന്ന ഒരു പ്രോബ്ലം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേടാ. 3/8 ഡിവൈഡഡ് ബൈ 4/2 അല്ലെ. 3/8 4/2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഹരിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണോ ഹരിക്കുന്നത്, ആരെ കൊണ്ട് ഇവിടെ ഹരിക്കുന്നേ? 4/2 കൊണ്ടാണ് ഹരിക്കുന്നത്. സോ ആരെ കൊണ്ടാണോ ഹരിക്കുന്നത് അവനെ അങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തല തിരിച്ചിട്ടിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. സോ ഇവിടെ നമ്മൾ ഹരിക്കുന്നത് ആരെയാണടാ? യെസ്, 4/2 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. സോ ഇവനെ മാത്രം നമ്മൾ തല തിരിച്ചിടുക. അതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക അല്ലെങ്കിൽ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നാണ് പറയുക കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആരും മാത്രം മാറുന്നില്ല. 3/8 അങ്ങനെ തന്നെ നിന്നോട്ടെ. 4/2 തല തിരിച്ചിട്ടാല് 2 മുകളിൽ വരും, 4 നേരെ താഴെ വരും അല്ലെ. എന്നിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. സോ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് അറിയാം, നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ. 8 × 4 8 4 32 ആണ്. അപ്പൊ നമുക്ക് 6/32 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ നമ്മളെ രണ്ടാമത്തെ പ്രോബ്ലം നോക്കിക്കേടാ. 7/5 ഡിവൈഡഡ് ബൈ 1/3. അപ്പൊ ഇവിടെ 1/3 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവന് മാത്രം തല തിരിച്ചിടുക ഇല്ലേ. അതിനെ തലകുത്തി പിടിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ? 7/5 അങ്ങനെ തന്നെ. 1/3 തല തിരിച്ചിട്ടാൽ 3 മുകളിൽ വരും, 1 താഴെ വരും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളെ ആൻസർ ആയി. സോ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണ്. 5 × 1 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. അപ്പൊ 21/5 21/5 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ഇതേ പ്രോസസ്സിൽ നിങ്ങൾ ഇപ്പൊ കാണുന്ന ബോർഡിൽ കാണുന്ന ആ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ആൻസർ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.